श्रीबुद्धन का जन्मदेश कहाँ? कर्नाटक, അയോധ്യ, ശ്രീലങ്ക, തട്ടത്തുമല. തട്ടത്തുമല കുറേ കൂടെ ദൂരെയാണ്. വലിയ ടിക്കറ്റ് എടുക്കണം, ചെറിയ ടിക്കറ്റിലൊന്നും തീരൂല. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് നഗരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അലീന ഫാഷൻ ജ്വല്ലറിയാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അലീന ഫാഷൻ ജ്വല്ലറി നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് നഗരൂർ പട്ടണത്തിൽ തന്നെയാണ്. എന്താണ് പേര്? ഗിരീഷ്. ഗിരീഷ് ഗിരീഷ്. ഗിരീഷ് അല്ലേ? അപ്പൊ നേരത്തെ നമ്മളെ ചോദ്യങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നല്ലേ? ഇല്ല. കന്നി പങ്കാളിയാണ്, കന്നി പങ്കാളി. അപ്പൊ ഇന്നൊരു അവസരം തരികയാണ്. അപ്പൊ അലീന ഫാഷൻ ജ്വല്ലറിയെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയണ്ട. ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വലിയ ശേഖരവുമായി പ്രവർത്തിക്കുന്ന ജനകീയ ജ്വല്ലറിയാണ്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്. ശ്രീബുദ്ധൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ? ശ്രീബുദ്ധന്റെ ജന്മസ്ഥലം ഏതായിരുന്നു? ശ്രീബുദ്ധന്റെ ജന്മസ്ഥലം അറിഞ്ഞൂടാ. ശ്രീബുദ്ധന്റെ ജന്മസ്ഥലം ഏത്? പാസ്. അറിയില്ല. പ്രസ്തുകാരം പറയണ. ശ്രീബുദ്ധന്റെ ജന്മസ്ഥലം നേപ്പാളിൽ എവിടെ? രാജ്യമല്ല, സ്ഥലമാണോ? അറിഞ്ഞൂടാ. അലീന ഫാഷൻ ജ്വല്ലറി നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്. ശ്രീബുദ്ധന്റെ ജന്മസ്ഥലം ഏതായിരുന്നു? മാമൻ പറയും. ശ്രീബുദ്ധന്റെ ജന്മസ്ഥലം എവിടെയായിരുന്നു? എന്റെ സ്ഥലം സ്വന്തം സ്ഥലം തട്ടത്തുമല സ്വന്തം സ്ഥലം. ശ്രീബുദ്ധന്റെ ജന്മസ്ഥലം ശ്രീകുട്ടനല്ല, ശ്രീബുദ്ധന്റെ ജന്മസ്ഥലം. അത് എനിക്ക് അറിയത്തില്ല. അലീന ഫാഷൻ ജ്വല്ലറി നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്. ശ്രീബുദ്ധന്റെ ജന്മസ്ഥലം ഏതായിരുന്നു? ഇന്ത്യ നേപ്പാളോ? ഏതെങ്കിലും പറ. രാജ്യമില്ല, സ്ഥലമാണ് അറിയേണ്ടത്. എവിടെയായിരുന്നാലും സ്ഥലം പറയണം. ഏത് രാജ്യമായിരുന്നാലും സ്ഥലം പറയണം. ഒരു മിനിറ്റ്, അതെനിക്ക് അറിയാമായിരുന്നു. അറിയത്തില്ല. സമ്മാനം ഉണ്ടയിച്ചിട്ടുണ്ട്, കിടക്കട്ട്. അതാണ് ആദ്യത്തം. അലീന ഫാഷൻ ജ്വല്ലറി നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഇവിടുത്തെ അലീനല്ലേ? അല്ലല്ല, അലീന ഫാഷൻ ജ്വല്ലറി നൽകുന്ന സമ്മാനമാണ്. അലീന ഫാഷൻ ജ്വല്ലറി അറിയാലോ, നമ്മളെ നഗരൂർ റോഡിൽ. കല്ലമ്പലം റോഡിൽ പ്രവർത്തിക്കുന്ന അലീന ഫാഷൻ ജ്വല്ലറിയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വലിയ ശേഖരമുണ്ട്. കൂടാതെ സ്വർണം, വെള്ളി ആഭരണങ്ങളും മിതമായ വിലയിൽ കുറഞ്ഞ പണിക്കൂലിയിൽ നമുക്ക് ലഭ്യമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്. ശ്രീബുദ്ധന്റെ ജന്മസ്ഥലം ഏതായിരുന്നു? ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലം ശ്രീബുദ്ധൻ ജനിച്ചത് കർണാടകം. എനിക്കറിയത്തില്ല. അവ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ശ്രീബുദ്ധന്റെ ജന്മസ്ഥലം ഏത്? അയോധ്യ. അത് ശ്രീരാമന്റെ. ശ്രീബുദ്ധന്റെ അല്ല. ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. കുറേ കൂടെ ദൂരെയാണ്, വലിയ ടിക്കറ്റ് എടുക്കണം, ചെറിയ ടിക്കറ്റിലൊന്നും തീരൂല ആ സ്ഥലത്ത് എത്താനായിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും. അയോധ്യയല്ല, അയോധ്യ ശ്രീരാമന്റെ. ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ITL അല്ലേ? അപ്പോൾ ഞങ്ങളുടെ കൈവശം അലീന ഫാഷൻ ജ്വല്ലറി നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളെല്ലാം കുറഞ്ഞ പണിക്കൂലിയിൽ ലഭിക്കുന്നു. കൂടാതെ വെള്ളി ആഭരണങ്ങളും അവിടെ നിന്നും ലഭ്യമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട്. ചോദ്യം സിമ്പിളാണ്. ശ്രീബുദ്ധന്റെ ജന്മസ്ഥലം ഏതാണ്? ശ്രീബുദ്ധന്റെ ജന്മസ്ഥലം ഏതായിരുന്നു? ശ്രീലങ്കയിൽ എവിടെയാണ്? തലയും മാന്നാറിലാണ്. അതെനിക്ക് ശരിയായിട്ട് അറിയില്ല. ശ്രീലങ്കയാണ് അദ്ദേഹത്തിന്റെ ജന്മം. അല്ലല്ല, ശ്രീലങ്കയല്ല. ശ്രീബുദ്ധന്റെ ജന്മസ്ഥലം ഓർമ്മ വരുന്നില്ലല്ലോ. ഈ ബുദ്ധന്റെ ജന്മസ്ഥലം എവിടെയാണ്? അറിയില്ല.
അറിയില്ല. ശ്രീബുദ്ധന്റെ ജന്മസ്ഥലം എവിടെയാണ്? പുള്ളി പഠിപ്പിച്ചില്ലേ? അതല്ല, ചേച്ചിമാര് പറയും. ശ്രീബുദ്ധന്റെ ജന്മസ്ഥലം അറിയത്തില്ല. ലുംബിനിയാണോ? ബാക്കിയോടെ പറ. നേരത്തെ എന്താ പറഞ്ഞത്? ലുംബിനി എന്നാ പറഞ്ഞത്. ലുംബിനി എവിടെയാണ് സ്ഥലം? തോട്ടക്കാട്. എങ്ങോട്ട് പോകണം? ഞങ്ങളിവിടെ അമ്പലത്തിൽ പോകാൻ ചാലൂർക്കാവ് ദേവി ക്ഷേത്രത്തിലേക്ക് പോവേണല്ലേ. അപ്പോൾ എന്തായാലും അലീന ഫാഷൻ ജ്വല്ലറി നൽകുന്ന സമ്മാനമാണ്. നഗരൂർ റോഡിൽ കല്ലമ്പല റോഡിലാണ് പ്രവർത്തിക്കുന്നത്. അറിയാലല്ലേ? അറിയാം. അപ്പോൾ അവർ നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായ ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി, കേരളം.